ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സയൻസ് മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസ്കഷനിൽ 10th ലെവൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ 32 32 സ്ഥിരദന്തങ്ങളാണ് മനുഷ്യനുള്ളത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണെന്ത്? ശ്വാസകോശം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള പരസ്യമൊക്കെയില്ലേ, അത് ഓർത്താൽ മതി. അപ്പോൾ ശ്വാസകോശമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം എന്ന് പറയുന്നത്. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അപ്പോൾ രക്തം ആവശ്യമായിട്ടുള്ള പ്രോട്ടീനൊക്കെയാണ് ഫൈബ്രിനോജൻ. അപ്പോൾ ഈ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഉത്തരം കരളാണ്. കരളിൽ വെച്ചിട്ടാണ് ഈ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നത്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഐച്ഛിക പ്രവർത്തനങ്ങളാണെങ്കിൽ സെറിബ്രമാണ്. നമ്മുടെ മസിൽസിൻ്റെ ഒക്കെ കോർഡിനേഷനാണ് സെറിബെല്ലം ചെയ്യുന്നത്. അപ്പോൾ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം മെഡുല്ല ഒബ്ലോങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. അപ്പോൾ മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് ഡാഷ്. പേശികളെക്കുറിച്ചുള്ള പഠനത്തെ എന്താ പറയുക? മയോളജി. മസിൽസ് മയോളജി. അപ്പോൾ പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജിയാണ്. ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ എല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ്. നെഫ്രോളജി നമ്മുടെ വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. നെഫോളജി ആണെങ്കിൽ മേഘങ്ങളാണ്. പിന്നെ ഫ്രെനോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്ക പഠനമാണ് ഫ്രെനോളജി എന്ന് പറയുന്നത്. അപ്പോൾ പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ലാസ്കോർബിക് ആസിഡ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ പാകം ചെയ്താൽ നഷ്ടപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ബയോട്ടിൻ ആണ്. ബയോട്ടിൻ അഥവാ B7 ആണ് വിറ്റാമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത്. ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ B9 ആണ്. ഫോളിക് ആസിഡ് B9. തയാമിൻ B1 ആണ്. റൈബോഫ്ലാവിൻ B2 ആണ്. അതായത് വിറ്റാമിൻ ജി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്, റൈബോഫ്ലാവിൻ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റൽ. അടുത്തത് പലതവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് നിശബ്ദ വസന്തം എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റേച്ചൽ കാഴ്സൻ്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന ബുക്കിൽ പറയുന്ന വിഷയം DDTയെ കുറിച്ചാണ്. അടുത്തത്, ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകളേവ? ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകളാണെന്ത്? ഇലക്ട്രോൺ. അപ്പം രാസപ്രവർത്തനത്തിൽ പങ്ക് ചേരുന്നത് ആരാണ്? ഇലക്ട്രോണാണ്. അടുത്തത്, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? എപ്പോഴും ചോദിക്കാറുള്ളതാണ് അയിരുകൾ.
അപ്പം കലാമിൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അല്ലെ, സിങ്കിൽ വെച്ചിട്ടാണ് നമ്മൾ മീൻ കലം കഴുകുന്നത് എന്ന് ഓർത്താൽ മതി. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അടുത്തത് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമാണ് ഓക്സിജൻ. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ഓക്സിജനാണ്. അടുത്തത് ഡയറക്റ്റ് ഡെഫിനിഷനിൽ നിന്നുള്ള ചോദ്യമാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. ദി എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. അല്ലേ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത്. വീണ്ടും ഡെഫിനിഷനിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ചലനത്തിൻ്റെ ഏറ്റവും ബേസിക് ഡെഫിനിഷനാണിത്. നമ്മൾ ചലനം പറയുന്നത് ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ടായിരിക്കും ഒരു വസ്തുവിൻ്റെ സ്ഥാനമാറ്റത്തെക്കുറിച്ച് പറയുന്നത്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഇപ്പോൾ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം 7 വരുന്നത്. 7 മാത്രമല്ല, 7 കൂടുതൽ അവസ്ഥകളുണ്ട്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് അയൺ കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ, ഇങ്ങനെ പല അവസ്ഥകളും ദ്രവ്യത്തിനുണ്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം 7 വരുന്നത്. അടുത്തത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈനാണ്? അതായത് ഒരു ന്യൂട്ടൺ SI സിസ്റ്റത്തിലെ ന്യൂട്ടൺ ആണ്. അതിൻ്റെ CGS ആണ് ചോദിക്കുന്നത്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈനാണ്. ഒരു ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ. അവസാനത്തെ ചോദ്യം, സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹമാണ് പ്ലൂട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ SCERT 5ാം ക്ലാസ്സിലെ പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയനാണ് ആകാശഗോളങ്ങൾക്ക് ഗ്രഹപദവി കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്രഹമാകണം എന്നുണ്ടെങ്കിൽ അതിനൊരു നിശ്ചിത ഗോളാകൃതി വേണം. അതൊരു സൂര്യനെ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തെ ചുറ്റിയിരിക്കണം. അതിന് സ്വന്തമായിട്ടുള്ള ഭ്രമണപഥം വേണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. പ്ലൂട്ടോയെ സംബന്ധിച്ച് പ്ലൂട്ടോ നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥത്തെ മുറിച്ച് കടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഉപഗ്രഹമായിട്ടുള്ള ഷാരോണിനെ അത് ചുറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കാരണങ്ങൾ കൊണ്ടാണ് 2006 ഓഗസ്റ്റിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി മാറ്റി അതിനെ കുള്ളൻ ഗ്രഹത്തിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.